ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഉഷാ രഘുനന്ദനൻ. ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഡിവിഷൻ, ഹരണം. ഇപ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റിൽ കാണാനുള്ളത് ഡിവിഷന്റെ ചിഹ്നമാണ്. ഇങ്ങനെയാണ് നമ്മൾ നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ ഡിവിഷൻ, ഡിവൈഡഡ് ബൈ എന്ന് വെച്ചാൽ 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സിമ്പിൾ ആണ് കൊടുക്കുക, ഡിവിഷൻ. ഒരു ലൈൻ ഇട്ടിട്ട് മുകളിലും താഴെയും ഓരോ ഡോട്ട്. ഓക്കെ, ഇനി എന്താണ് ഡിവിഷൻ? നമ്മൾ എപ്പോഴും ഡെയിലി നമ്മൾ ഈ ഡിവിഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഡിവിഷൻ? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഷെയറിംഗ് ആണ്. ഒരു കയ്യിലുള്ള സാധനം ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാം, പങ്കിടുക. ഈക്വൽ ഷെയറിംഗ് ആണ് എന്ത് ഹരണം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആവും അല്ലെ? അപ്പോ ഇവിടെ നോക്കി നോക്കൂ. ഇപ്പൊ എന്റെ കയ്യില് 9 ചോക്ലേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 9 ചോക്ലേറ്റ്സ് എനിക്ക് 3 കുട്ടികൾക്ക് തുല്യമായിട്ട് കൊടുക്കണം, വീതിച്ചു കൊടുക്കണം, പങ്കിട്ട് കൊടുക്കണം. ഈക്വൽ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ 3 കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് എനിക്ക് ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കാം. ഈ ഒരു 3 കുട്ടികൾക്കാണ് എനിക്ക് ഷെയർ ചെയ്യണത്. അപ്പൊ എനിക്ക് അറിയില്ല എല്ലാവർക്കും 3 ഇത് എങ്ങനെയാണ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ആദ്യം എന്ത് വിചാരിക്കും? ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ ഓരോരുത്തർക്കും ഇതെന്ന് എടുത്തിട്ട് ഓരോന്ന് കയ്യിൽ കൊടുത്തു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ മിഠായി ഈക്വൽ ആയിട്ട് കിട്ടിയല്ലോ, എല്ലാവർക്കും ഓരോന്ന് കിട്ടി. ഈ കുട്ടിക്ക് ഫസ്റ്റ് കുട്ടിക്ക് ഒന്ന് കിട്ടി, മറ്റേ കുട്ടിക്ക് ഒന്ന് കിട്ടി, മറ്റേ 3ാമത്തെ കുട്ടിക്കും എന്ത് ചെയ്തു? ഓരോ മിഠായി കിട്ടി. ഇനി നമ്മുടെ കയ്യിൽ 6 മിഠായി ബാക്കിയുണ്ടല്ലോ. വീണ്ടും എന്ത് ചെയ്തു? നമ്മളിപ്പോ ഓരോ മിഠായി എടുത്തിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കുട്ടിക്കും തുല്യമായിട്ട് ഈ 2 മിഠായികൾ കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ എത്ര മിഠായി ബാക്കിയുണ്ട്? 3 മിഠായി ബാക്കിയുണ്ട്. അപ്പൊ എനിക്ക് ഈ 3 മിഠായിയും ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. അപ്പോ ഇവിടെ നോക്കി നോക്കൂ, എന്ത് ചെയ്തു? ആ 9 മിഠായിയും ഈക്വൽ ആയിട്ട് 3 കുട്ടികൾക്കും എന്ത് ചെയ്തു? നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ ഷെയർ ചെയ്ത് കൊടുത്തപ്പോ അപ്പൊ എന്താ ഇവിടെ നമ്മൾ ചെയ്തത്? ഇനി നമ്പറിൽ ഇപ്പൊ എപ്പോഴും നമുക്കിപ്പോ ഈ കുട്ടികളും ചോക്ലേറ്റ്സും തമ്മിലെല്ലാം നമ്മൾ ഷെയർ ചെയ്യും. ചെറിയ ചെറിയ സംഖ്യകളെല്ലാം ചെറിയ സംഖ്യകൾ നമ്മൾ ചെയ്യും. ഇത് മാത്രമല്ല നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ എഴുതുക? അതിനെ കുറച്ച് പാർട്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് 9 എന്ന സംഖ്യനെ എന്ന് വെച്ചാൽ 9 മിഠായിനെ ആരൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു? എത്ര കുട്ടികൾ ആണ് ഡിവൈഡ് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നത്? 3 കുട്ടികളിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അപ്പൊ 9 ചോക്ലേറ്റ്സിനെ 3 കുട്ടികൾ വെച്ച് ഡിവൈഡ് ചെയ്തപ്പോ ഓരോരുത്തർക്കും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റി? 3 മിഠായി കൊടുക്കാൻ പറ്റി. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നമ്പർ, ഈ ചോക്ലേറ്റ്സ് നമ്മൾ ഓരോന്ന് കൊടുക്കാനല്ലാതെ നമ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും? പിന്നെ അതേപോലെ തന്നെ ഇതില് കുറച്ച് പാർട്സ് ഉണ്ട്. ഇപ്പോ 9 നമ്മൾ എന്ത് ചെയ്തു? 9 എന്നുള്ള നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എഴുതുക? ഈ ഡിവിഷൻ മാത്രമല്ല എഴുതുക, നമുക്ക് എങ്ങനെയും കൂടി എഴുതാം. 9 ഡിവൈഡഡ് ബൈ 3 നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം. 9 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, 9 ഡിവൈഡഡ് ബൈ 3, 3 into 3, 9, റിമൈൻഡർ 0. അപ്പൊ ഓരോ പാർട്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഇതിന് എന്ത് പറയും? ഹാര്യം. അതേപോലെ തന്നെ ഇതെന്താണ്? ഹാരകം. ഇതേപോലെ തന്നെ ഹരണഫലം, ഡിവൈസർ, ഡിവിഡന്റ്, കോഷ്യന്റ്, റിമൈൻഡർ എന്നൊക്കെ പറയും. അപ്പൊ ഈ ഒരു പാർട്സിനെ കുറിച്ചും ഒരക്ക സംഖ്യ എങ്ങനെ ഡിവൈഡ് ചെയ്യാം, അതേപോലെ തന്നെ 2 അക്ക സംഖ്യ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം, ശിഷ്ടം 0 വരുന്നതും ശിഷ്ടം 0 വരാത്ത ഡിവിഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയില് നമ്മൾ എന്താണ് പറഞ്ഞു തന്നിരിക്കുന്നത്? ജസ്റ്റ് എന്താണ് ഡിവിഷൻ? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വലി ഷെയറിംഗ്. ഓക്കെ, ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയാ? ഡിവിഷൻ എന്ന് പറയാം. ഇനി നമ്മൾ നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പഠിക്കണം. അതേപോലെ തന്നെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പഠിക്കുമ്പോൾ ഡിവിഷന് പല പാർട്സ് ഉണ്ട്. പല പാർട്സിൽ 4 പാർട്സ് ഉണ്ട്. പിന്നെ അത് എങ്ങനെ ചെയ്യാന്നുള്ള ഒരു രീതികളുണ്ട്. അപ്പൊ ആ രീതിയൊക്കെ, അതിന്റെ റൂൾസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടിൽ ദെൻ ബൈ.